സ്വന്തമായി CNN TVയും CNN റേഡിയോയും ഉണ്ട്. തൃശൂർ ജില്ലയിലെ ചേർപ്പിൽ നിന്നെത്തിയ CNN BHSന് ഇനി എന്തിനാ സായിപ്പിന്റെ CNN? TVയും റേഡിയോയും കുറിച്ച് മാത്രമല്ല, ഒട്ടേറെ പ്രവർത്തനങ്ങളെയും കുറിച്ച് പറയാനുണ്ട് ഇവർക്ക്. നമുക്ക് സ്വാഗതം ചെയ്യാം CNN BHSനെ ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക്. ഇനി CNN BHSന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. ശ്രീ ചിറ്റൂർ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കഠിനാധ്വാനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ശ്രമഫലമായി 1916 ആരംഭിച്ചതാണ് ഈ വിദ്യാലയം. 94 വർഷമായി നീണ്ടു നിൽക്കുന്ന പ്രൗഢിയുടെ പാരമ്പര്യം. വന്ദേ മാതരം സുജല സുഫല മലയജ ശീതല സസ്യശ്യാമള മാതരം വന്ദേ മാതരം. സാറിന്റെ സ്കൂളിൽ നിന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഇന്ന് ഓപ്റ്റ് ചെയ്തിരിക്കുന്ന പ്രധാനമായിട്ട് ഞങ്ങൾ റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി ഓപ്റ്റ് ചെയ്തിരിക്കുന്ന 3 മേഖലകൾ: സമൂഹത്തിനുണ്ടായ നേട്ടങ്ങൾ, സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, പഠനാനുബന്ധ പ്രവർത്തനങ്ങളാണ്. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. നിങ്ങൾ സ്വന്തമായിട്ട് റേഡിയോ നടത്തുന്നുണ്ടോ? ഗൂഗിൾ നടത്തുന്നുണ്ട്. എങ്ങനെയാണ് എൻ്റെ പ്രവർത്തനം പറയൂ? അതെല്ലാ വെള്ളിയാഴ്ചയുമാണ് റേഡിയോയുടെ പ്രക്ഷേപണം നടത്തുന്നത്. വെള്ളിയാഴ്ച എപ്പോഴാ? വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഇന്റർവെല്ലിന്. അതല്ല, ന്യൂസാണോ സംഗീതമാണോ? അത് ന്യൂസ് ഉണ്ട് സ്കൂളിൽ തന്നെ, പിന്നെ കുട്ടികളുടെ സംഗീതം. TV ഉണ്ടോ? CNN TV ഉണ്ട്. ഉണ്ട്. അതെപ്പോഴാ കാണിക്കുക? മന്ത്ലി എന്ന് വെച്ചാൽ എല്ലാ മാസം 1-ാം തീയതിയോ അതോ 1-ാം തീയതി അല്ല, ആദ്യത്തെ തിങ്കളാഴ്ച. അതെപ്പോഴാ? എത്ര മണിക്കാണ് അതിന്റെ പരിപാടി? ഉച്ചയ്ക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോൾ അവരെ ക്ലാസ്സിൽ നിന്ന് കൊണ്ടുവന്ന് കാണിക്കാറുണ്ട്. അതായത് ഒരുമിച്ച് കാണിക്കാൻ. എന്തൊക്കെയാണ് അത് കാണിക്കുക? അത് ന്യൂസ്, മെയിനായിട്ട് ന്യൂസാണ് ഫോക്കസ് ചെയ്യുന്നത് സ്കൂളിലത്തെ. പിന്നെ കുട്ടികളുടെ നിങ്ങളുടെ സോപ്പ് ഉണ്ടാക്കുന്നുണ്ടല്ലേ അഖിൽ? ആ സോപ്പാണ് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നത്? എല്ലാവരും പരമാവധി അത് വാങ്ങാറുണ്ട്. അത് പരമാവധി എന്ന് പറഞ്ഞാൽ ഉത്പാദിപ്പിക്കുന്നതെല്ലാം വാങ്ങും. മിക്ക ആൾക്കാരും വാങ്ങാറുണ്ട്. ആണ്. എന്താ വില സോപ്പിന്? 10 രൂപ. 10 രൂപയാണ് അല്ലേ? എന്ത് പെർഫ്യൂമാണ് ഉപയോഗിക്കുന്നത്? അതില് ഇപ്പോ പിയേഴ്സിന്റെ പെർഫ്യൂമാണ്. അതാണ് പോപ്പുലർ അല്ലേ? കൂടുതൽ ആൾക്ക് താല്പര്യം അതാണ് അല്ലേ? അത് ഈ നമ്മുടെ സോപ്പ് നമ്മൾ ഉപയോഗിക്കണം അങ്ങനെ ഒരു പ്രചരണം മറ്റോ ഉണ്ടോ അതിന്? അതോ അങ്ങനെയൊന്നുമില്ല? അതെന്താ അങ്ങനെ ചെയ്യാതെ? നമ്മുടെ ഉണ്ടാക്കുന്ന സോപ്പ് ഉപയോഗിക്കുന്നതിൽ ഒരു അഭിമാനം തോന്നേണ്ടതല്ലേ? അങ്ങനെയുണ്ട്, പക്ഷേ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. അത് ശരിയാണ്, നിർബന്ധിക്കാൻ പറ്റൂല. പിന്നെ അവിടെ ഇലക്ട്രിക്കൽ റിപ്പയർ ഒക്കെ സ്കൂളിലെ എല്ലാം നിങ്ങൾ തന്നെയാണോ ചെയ്യുന്നത്? അല്ല, 10ാം ക്ലാസ്സിൽ ഒരു പാഠവുമായി ബന്ധപ്പെട്ട് ആണ് ഇത്. ഒരു പാഠഭാഗം 10ാം ക്ലാസ്സിലെ കുട്ടികൾ മാത്രമേ അത് ചെയ്യുള്ളൂ? അത് 10ാം ക്ലാസ്സിൽ എല്ലാവരും ചെയ്യുമോ? അത് ഞങ്ങളുടെ പാഠഭാഗമായി ബന്ധപ്പെട്ടാണ്. അതിനായി ഞങ്ങളുടെ വിദ്യാലയത്തിലെ ഉണ്ണി മാസ്റ്റർ തന്നെ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. എല്ലാ വിദ്യാർത്ഥികളെയും വയറിംഗ് സാക്ഷരരാക്കാനുള്ള പരിപാടിയാണ്. വയറിംഗ് സാക്ഷരതയാണ്. അല്ല, അതിലെനിക്ക് നിർദ്ദേശിക്കാനുള്ളത്, നിങ്ങളുടെ സ്കൂളിലെ ഇതുമായിട്ടുള്ള സംഗതികളെല്ലാം നിങ്ങൾ തന്നെ, നിങ്ങളൊരു ടീം ഉണ്ടാക്കി, പിന്നെ അത് കുറച്ച് കുട്ടികൾക്ക് മാത്രമാകരുത്. 10ാം ക്ലാസ്സിലായിരുന്നു എല്ലാ കുട്ടികൾക്കും വയറിംഗ് ചെയ്യാൻ കഴിയില്ല. ഒരു ക്ലാസ് മാത്രമല്ല സംഘടിപ്പിച്ചത്. ആദ്യം അത് മാത്രം സംഘടിപ്പിച്ചു, കുറച്ച് കുട്ടികൾ മാത്രമാണ് വന്നത്. പിന്നീട് എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവരും ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ആ കഴിവ് ഉണ്ടാകണം. വെരി ഗുഡ്. പിന്നെ നിങ്ങൾ ഈ സാമൂഹ്യ നീതി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതെന്താണെന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾക്ക് മനസ്സിലായ രീതി, വലിയ സാറന്മാർ പഠിപ്പിച്ച പോലെ പറഞ്ഞു തരണ്ട. സാമൂഹ്യ നീതി നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുള്ളതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? സമൂഹത്തിൽ പാവപ്പെട്ടവര് ധാരാളമായിട്ട് ഇന്ന് കാണുന്നുണ്ട്. അപ്പോ പണ്ടില്ലായിരുന്നോ? അല്ല, ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോ പണ്ടില്ലാതിരുന്നിട്ടും നമ്മൾ ഇന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് ആർക്കുമില്ല. അപ്പോ സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിന്റെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അതായത് അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളെ
ഉദ്ദേശിച്ചാണ് സാമൂഹ്യനീതി. സാമൂഹ്യനീതി. അപ്പം നിങ്ങളുടെ സ്കൂളിൽ 16 പേര് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ സാമൂഹ്യനീതി എന്ന് ഈ പറഞ്ഞതുപോലെ പാവപ്പെട്ടവർ എന്നുള്ളതിന് വേറൊരു അർത്ഥവും കൂടെ എടുക്കാമല്ലോ, പരിഗണന അർത്ഥം. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ വരുമ്പം നിങ്ങൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്? പ്രത്യേക നിങ്ങളുടെ ആരുടെയെങ്കിലും ക്ലാസ്സിലുണ്ടോ? ഞങ്ങളുടെ ക്ലാസ്സിൽ സ്വഭാവത്തിൽ കുറച്ച് വൈകല്യമുള്ള ഒരു കുട്ടിയുണ്ട്, പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവൻ എന്തു പറഞ്ഞാലും അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവ രീതിക്കാരനായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുകയും അവൻ്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്തപ്പോൾ അവൻ്റെ സ്വഭാവ രീതിയിൽ കുറേശ്ശെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഇങ്ങനെ ചെയ്യണമെന്ന് ആരാണ് പറഞ്ഞു തന്നത്? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ കുട്ടികൾ നിങ്ങളുടെ ക്ലാസ്സിൽ വരുമ്പം നിങ്ങൾ കുറച്ചുകൂടി ഇങ്ങനെ ചെയ്യണം, എന്നാലേ അവന് അങ്ങനെ ആരെങ്കിലും നിങ്ങളെ അതിന് മാനസികമായി നിങ്ങളെ എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ സ്കൂളിൽ? അധ്യാപകർ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ബയോളജി മാഷായ റോഷ് മാഷ്, അദ്ദേഹം സൈക്കോളജി പഠനത്തിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൗൺസിൽ ക്ലാസ് ഇത്തരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകി പോരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു ഐഡിയ കിട്ടാറുണ്ട്. നിങ്ങളുടെ പെരുമാറ്റം മാറ്റിയതുകൊണ്ട് അവരുടെ പെരുമാറ്റം മാറ്റിയതായി കാണപ്പെടുന്നുണ്ടോ? ഉണ്ട്, കുറെ കുട്ടികൾ ഉണ്ടോ? നല്ല വ്യത്യാസമുണ്ടോ? ഉണ്ട്. അവരിപ്പോ ക്ലാസ്സിൽ ഭയങ്കര സൈലന്റ് ആയി ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ ഈ പൂർവ്വ വിദ്യാർത്ഥികളും വന്ന് കൗൺസിലിംഗ് തന്നിട്ടുണ്ടോ ഇതിനെപ്പറ്റി? VK സോമശേഖരൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഡോക്ടറാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും പൊതുവായിട്ടാണ് അദ്ദേഹം കൗൺസിൽ ക്ലാസ് എടുത്തു തന്നിട്ടുള്ളത്. എന്നിട്ട് എല്ലാവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായിരുന്നോ? ഈ 16 കുട്ടികളും സന്തോഷമായിട്ടാണോ നിങ്ങളുടെ സ്കൂളിൽ? അവർക്ക് പിന്നെ BRCയിൽ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ പ്രത്യേകതരം കൗൺസിൽ ക്ലാസ്സുകൾ നടത്തുമ്പോൾ നമ്മൾ അവരെ അവിടെ പങ്കെടുപ്പിക്കാറുണ്ട്. ഈ ബോയ്സ് മാത്രമുള്ള സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴേ പ്രത്യേക ബുദ്ധിമുട്ടുകൾ വല്ലതും അനുഭവപ്പെടാറുണ്ടോ? എനിക്ക് വന്ന ഉടനെയൊക്കെ ഏകദേശം കുറച്ചൊക്കെ തോന്നിയിരുന്നു. പിന്നെ ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നം തോന്നാറില്ല. അല്ല, ഞാൻ കുറച്ചു കാലം ഈ ഗേൾസ് ഡിവിഷനിൽ മാത്രം ചാർജ് ഉണ്ടായിരുന്നതാണ് എനിക്ക്. അപ്പോൾ സർവീസ് കയറിയ ഉടനെയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരുപാട് വിഷമങ്ങൾ, പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾ നമ്മളെ അധ്യാപകനായിട്ടല്ല കാണുക. ഒരു ചെറുപ്പക്കാരൻ ക്ലാസ്സിലേക്ക് വരുന്നു എന്നുള്ള രീതിയിലാണ്. പിന്നെ അവരെ ഒരു ട്രാക്കിലേക്ക് നമ്മൾ കയറ്റിക്കൊണ്ടുവരണമെങ്കിൽ നമ്മുടേതായ ഒരു അധ്വാനം അതിൻ്റെ പിന്നിൽ ആവശ്യമുണ്ട്. ടീച്ചർക്ക് അങ്ങനത്തെ വല്ല... ഞാൻ ആദ്യം സർവീസിൽ കയറിയത് ഗേൾസ് സ്കൂളിലാണ്. കുറച്ച് നാൾ, ഒരു കൊല്ലത്തോളം അവിടെ ഞാൻ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ബോയ്സിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയത്. വന്ന കൊല്ലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നില്ല, കാരണം ഇപ്പോൾ എല്ലാ കുട്ടികളെ ഞാൻ 5ാം ക്ലാസ് മുതലേ പഠിപ്പിച്ച് വന്നതാണ്. ഞാൻ ആദ്യം UP യിലാണ് വർക്ക് ചെയ്തത്, പിന്നെയാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടി ഞാൻ ഹൈസ്കൂളിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ 5ാം ക്ലാസ് തൊട്ടേ പഠിപ്പിച്ച് വന്ന കുട്ടികളെയാണ് ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത്. അപ്പം എനിക്കിപ്പോൾ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഈ ഇതൊക്കെ വാങ്ങിക്കുന്ന എവിടെ നിന്നാണ്? ഈ മറ്റേ പഠന സഹായികളായിട്ട് പല പുസ്തകങ്ങളും കിട്ടുമല്ലോ മാർക്കറ്റിൽ, അതൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? ഗൈഡും അതും ഇതൊക്കെ? ഞങ്ങൾക്കൊരു ലൈബ്രറി ഉണ്ട്, കൂടാതെ ക്ലാസ്സിൽ റീഡിംഗ് കോർണർ ഉണ്ട്, പൊതുവായ റീഡിംഗ് കോർണറും ഉണ്ട്. ലൈബ്രറിയിൽ ഗൈഡുകളൊക്കെ കിട്ടുമോ? ഇല്ല. പിന്നെ എങ്ങനെ ഗൈഡ് കിട്ടുമെന്ന് പറഞ്ഞത്? ഗൈഡുകളല്ല, പുസ്തകങ്ങൾ കിട്ടുന്ന പുസ്തകങ്ങൾ. ഞാൻ ചോദിച്ച ഗൈഡുകളെ കുറിച്ചിട്ടാണ്. ട്യൂഷന് പോകുന്നുണ്ടോ? ഏത് വിഷയത്തിനാണ്? ഞാൻ മാത്സ് വിഷയത്തിന്. അല്ല, കുറേ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് പോകുന്നതാണോ അതല്ല ഏതെങ്കിലും ഒരു അധ്യാപകന്റെ അടുത്ത് ഒറ്റയ്ക്ക് പോകുന്നതാണോ? ഒറ്റയ്ക്ക് പോകുന്നതാണ്. അവിടെ ക്ലാസ്സിലെ വേറെ കുട്ടികൾ പോകാറുണ്ടോ ട്യൂഷന്? കൂടുതൽ അറിവ് എനിക്കില്ല അതിനെക്കുറിച്ച്. അറിവില്ല അല്ലേ? ഓക്കെ. ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പെൺകുട്ടി തനിച്ച് നിങ്ങളുടെ സ്കൂളിലേക്ക് വരികയാണെന്ന് സങ്കല്പിക്കുക. വളരെ സുന്ദരിയായൊരു പെൺകുട്ടി വരുന്നു, ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുന്നു, എന്നിട്ട് നേരെ ഓഫീസ് റൂമിലേക്ക് പോകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളുടെ സ്കൂളിൽ വന്ന്? സാധാരണ പോലെ തന്നെ. അതെങ്ങനെയാണ് ഈ സാധാരണ പോലെ? ഓഫീസ് റൂമിൽ HMനോട് വല്ല സംശയങ്ങൾ ചോദിക്കാനായിരിക്കും. അപ്പോൾ ഓഫീസ് റൂം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും? പറഞ്ഞു കൊടുക്കും. ഏത് പെൺകുട്ടിക്ക് നിങ്ങളുടെ സ്കൂളിൽ വളരെ സധൈര്യം കടന്നു വരാമോ? ഉറപ്പാണോ? ഞാനൊരു പെൺകുട്ടി അങ്ങോട്ട് അയച്ചു നോക്കും. ഉറപ്പാണല്ലോ? ഒരു കമന്റ് അടിക്കില്ല? പേര് ചോദിക്കില്ല? പേര് ചോദിക്കും. എത്ര പേര് ചോദിക്കും? ഒരാൾ ഒറ്റയ്ക്ക് ചെന്ന് ചോദിക്കോ, ഒരു കൂട്ടം ചെന്ന് ചോദിക്കോ? അത് ഒരാളാണെങ്കിൽ അപ്പോഴത്തെ അവസ്ഥ പോലെ അങ്ങനെയാണോ? ഇപ്പൊ ഒരു
ഗ്രൂപ്പാണെന്ന് വെച്ചാൽ അതിലത്തെ ഒരാൾ ചോദിക്കും. ഞാൻ ചോദിച്ചാൽ ആ പെൺകുട്ടിയുടെ ചുറ്റും കിടന്നു. പെൺകുട്ടി പാവം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയല്ലേ, പെൺകുട്ടികളല്ലേ, പാവങ്ങളല്ലേ, ചിലപ്പോൾ പേടിച്ചു പോവില്ലേ? അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് എന്നിട്ടാണോ ആൺകുട്ടികൾ ചോദിക്കുക? ഇല്ല, ഒരിക്കലും ഇല്ല. എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? ഒരാൾ ചോദിക്കും. അതെങ്ങനെ? സൗമ്യമായി ചോദിക്കുമോ, പരിഹസിക്കുന്ന രീതിയിൽ? ഫ്രണ്ട്ലി. എനിക്ക് വയ്യ. ഇതെങ്ങനെയാണ് ഇങ്ങനെ ആൺകുട്ടികൾ മാറിപ്പോയത്? ഇതാരാണ് പഠിപ്പിച്ചത്? പഠിപ്പിച്ചല്ല, ആ തന്നെ അങ്ങനെ തന്നെയാണ്. മര്യാദക്കട. ആ ശരി. പിന്നെ അപ്പോൾ നിങ്ങളുടെ സ്കൂളിനെ കൊണ്ട് സമൂഹത്തിനുള്ള നേട്ടങ്ങളിൽ ഒന്നതായിരിക്കും അല്ലേ? അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന പെൺകുട്ടികളോട്, സ്ത്രീകളോട് ഒക്കെ നല്ലപോലെ, അവശ ജനവിഭാഗങ്ങളോടൊക്കെ നല്ല രീതിയിലുള്ള പെരുമാറ്റം. അത് ഉറപ്പാണോ? ആണല്ലോ. അതെ. പിന്നെ വേറെ എന്തൊക്കെ നേട്ടങ്ങളാണ് നിങ്ങളെ കൊണ്ട് നമ്മുടെ സമൂഹത്തിനുള്ളത്? പിന്നെ ഞങ്ങള് ഈ CFL 10ാം ക്ലാസ് CFL ബൾബുകൾ ഇപ്പോൾ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇതാണ് CFL ബൾബ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മെർക്കുറി കണ്ടന്റ് ഇപ്പോൾ ഭൂമിക്ക് ദോഷമാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അറിയൂ? ഞങ്ങള് കൂടുതലായിട്ട് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് അറിയുക. അല്ല, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അതുകൊണ്ട് നിങ്ങൾ സമൂഹത്തിന് എന്താ ചെയ്യുന്നത്? ആ ഒരു ബോധവൽക്കരണം നടത്തി. ലഘുലേഖനങ്ങള് വീടിനടുത്തും സ്കൂളിലെ കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തിയോ അതോ വീടുകളിൽ നടത്തിയോ? ഞാൻ ആ പ്രൊജക്ട് ചെയ്ത ടീമിലുണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ബോധവൽക്കരണം വിദ്യാർത്ഥികൾക്കാണോ? ആ കുട്ടി പറയട്ടെ. നിങ്ങൾ ചെയ്ത ഒരാൾക്ക് മാത്രമല്ല അറിയേണ്ടത്. നിങ്ങളുടെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും നിങ്ങളുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഏകദേശം ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ ആ പ്രവർത്തനം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റൂ അല്ലേ? അഖിൽ പറയൂ. ഞങ്ങള് സ്കൂളിനടുത്ത് ലഘുലേഖനങ്ങൾ വിതരണം ചെയ്തു. പിന്നെ ഓരോ വിദ്യാർത്ഥികൾക്കും ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തി. എന്നിട്ട് അപ്പോൾ ഞങ്ങള് വീടുകളില് അല്ല, മോനെന്ന് ആലോചിച്ച് നോക്കിക്കും. നമ്മളൊരു സ്കൂളെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു സ്കൂളിനെ കൊണ്ട് എന്താണ് ആ നാടിന് അല്ലെങ്കിൽ മൊത്തം സമൂഹത്തിനുണ്ടാകേണ്ട നേട്ടം? യഥാർത്ഥ നേട്ടം എന്താണ് മോൻ്റെ ഒരു കാഴ്ചപ്പാടിൽ? എല്ലാ നമ്മുടെ സമൂഹത്തിലെ ഒരു നന്മ, ഒരു നല്ല കാര്യം എല്ലാവർക്കും പകർന്നു കൊടുക്കുക. അതാണ് ഒരു കാര്യം. നിങ്ങളുടെ വീഡിയോയിലെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ഒരു കാര്യം കാണിച്ചു. അത് ആരാണ് തയ്യാറാക്കിയത്? എന്താണെന്ന് വിശദീകരിക്കുക. അത് എനിക്ക് പാഠഭാഗം എടുക്കുമ്പോൾ ഞാൻ വെറുതെ കമ്പ്യൂട്ടറിൽ ഫോറിനറോ എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. അത് 4 കളർ ഒരു വരിയിൽ എങ്ങനെയെങ്കിലും വരുമ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മായുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഇങ്ങനെ ഒരു കളി ഞങ്ങളുടെ ആ പാഠഭാഗമായി നിർമ്മിച്ചാൽ എന്തെന്ന്. ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കൊച്ചു ഈ എന്താണ് തമാശ രൂപത്തിലുള്ള ചോദ്യങ്ങൾ പരസ്പരം ചോദിക്കുന്ന ഒരു രീതി ഈ ക്ലബ്ബിൽ സ്വീകരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ടോ? കൊച്ചു ചോദ്യങ്ങൾ, അതായത് 1 മിനിറ്റ് കൊണ്ട് ഉത്തരം പറയാവുന്ന. അത് പലപ്പോഴും ഇതുപോലെയുള്ള പ്രോഗ്രഷൻ്റെ ഒരു തിയറി ആയിരിക്കും, അല്ലെങ്കിൽ വേറൊരു തിയറി ആയിരിക്കും. അത് ഉപയോഗിച്ച് ചെയ്യേണ്ടതായിരിക്കും. ക്വിസ് നടത്തിയിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം ചെയ്യാവുന്ന ചോദ്യങ്ങളായിരുന്നു. അതുപോലെ ഈ നൈറ്റ് ക്ലാസ് നടത്തുന്നത്, ആ ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾ തിരിച്ചു പോകാനായിട്ട് ബസ് സംവിധാനമൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് അത്? എൻ്റെ ഒരു ക്രമീകരണം എങ്ങനെയാണ്? സംവിധാനം നമ്മൾ PTA ഭാഗത്ത് നിന്ന് സഹകരണമുണ്ട്. PTA ശരിക്കും പറഞ്ഞാൽ റിഫ്രഷ്മെൻറ്റ് മാത്രമല്ല, അവരുടെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 1998 ആരംഭിച്ചത്. തൃശ്ശൂർ ജില്ലയിൽ ആദ്യം നൈറ്റ് ക്ലാസ് ആരംഭിച്ച സ്കൂളാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ 4 മണിക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു വരും. ഞങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് പോകാറ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞെങ്കിൽ ഒരു വൈകുന്നേരം 6 മണി മുതൽ ഒരു 11 മണി വരെ പഠനം. പിന്നെ അത് കഴിഞ്ഞിട്ട് വെളുപ്പിന് 5 മണി മുതൽ 7 മണി വരെ പഠനം. നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. ഇനി CNN ബോയ്സ് ഹൈസ്കൂളിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. CNN ബോയ്സ് ഹൈസ്കൂളിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 93.6 ഔട്ട് ഓഫ് 100.